അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് ബെറ്റടിക്കുകയാണ്. ബെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഞാൻ ദൈവമുണ്ടെന്ന് പറയുന്നു, നീ ദൈവമില്ലെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പോയി താമസിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നീ ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ പാവനമായ ഈ വസ്ത്രം അഴിച്ച് നിന്റെ കയ്യിൽ തന്നിട്ട് നിന്റെ ചങ്കൊടിയും പിടിച്ചിട്ട് ഞാൻ നിന്റെ പിന്നാലെ ഇൻകുലാബ് വിളിച്ചിട്ട് നടക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തുകൊണ്ടെന്നറിയോ? ഞാനെന്ന സഖാവ് മൂലം ഒരു പാതിരി എൻ്റെ പിന്നാലെ ചെങ്കൊടിയും പിടിച്ച് കടന്നു വരിക, അതിലുപരി അദ്ദേഹം ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉടുപ്പ് അഴിച്ചു വെക്കുക. ഞാൻ ആ ബെറ്റടിച്ചു. അപ്പോൾ അദ്ദേഹം ഈ സൂട്ട് കേസ് തുറന്നിട്ട് ഒരു ലെറ്റർ പേഡ് എടുത്തിട്ട് എന്തൊക്കെയോ എഴുതിയിട്ട് ഒരു ബ്രൗൺ നിറത്തിലുള്ള കവറിലിട്ടിട്ട് ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ ഒരു അഡ്രസ്സ് എഴുതിയിട്ട് എന്നോട് പറയുകയാണ്, നീ ചാലക്കുടിയിൽ ഇപ്പോൾ തന്നെ ഇറങ്ങണം. ഇന്ന് മുതലാണ് ആ ക്ലാസ് അവിടെ നടക്കുന്നത്. ഇന്ന് അവിടെ ഇറങ്ങിയിട്ട് ആരുടെ കയ്യിൽ കൊടുത്താലും നിന്നെ അവിടെ എത്തിക്കും. ബുധനാഴ്ചയായി. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഇന്ന് രാത്രി അച്ഛനെ കണ്ടിട്ട് നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകണം. ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ബുധനാഴ്ച വൈകുന്നേരം ഇതേപോലെ ഈ സന്ധ്യാസമയത്ത് ഭയങ്കരമായിട്ട് ആർപ്പുവിളിയും ബഹളവും എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും പിന്നിലാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. എൻ്റെ പാപ്പയും ജ്യേഷ്ഠന്മാരും എൻ്റെ അമ്മാവന്മാരും അങ്ങനെ എൻ്റെ ഏകദേശം 10-30 പേര് എൻ്റെ ആ ഭവനത്തിലൊരു കൂട്ടുകുടുംബമായിട്ടുണ്ട് കേട്ടോ. ആ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യ കുടുംബമാണ്. അവരെല്ലാം ഗൾഫിലായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയോ? പെർഫ്യൂമില്ലേ, ഞങ്ങളത് പെർഫ്യൂം എന്ന് പറയില്ല, അത്തർ എന്ന് പറയും. ഈ അത്തർ ഇങ്ങനെ ശേഖരിച്ച് വെക്കലാണ് എൻ്റെ ഒരു ഹോബി. അപ്പോൾ വലിയൊരു പെട്ടി നിറയെ ഈ അത്തർ ഇങ്ങനെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആര് ഗൾഫിൽ നിന്ന് വന്നാലും എനിക്ക് 10, 12, 15 അത്തറിൻ്റെ കുപ്പി തരും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ ബുധനാഴ്ച വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥന, ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഈ ട്രോഫിയിലെന്തോ എഴുന്നള്ളിച്ച് വെച്ച് ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ജാസ്മിൻ്റെ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുകയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ലാത്ത ഒരു സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. എനിക്ക് ഭയങ്കര അസൂയായി. എന്നിട്ട് അടുത്തുള്ള മക്കളോടൊക്കെ ഞാൻ ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾ ഏത് ബ്രാൻഡിലുള്ള അത്തർ പെർഫ്യൂമാണ് പൂശിയിരിക്കുന്നത്? അത് പറഞ്ഞു തന്നാൽ എനിക്കിതേ ബ്രാൻഡ് വാങ്ങിയിട്ട് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളങ്ങനെ അത്രയൊന്നും പൂശിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന മകൻ ഒരു കൊച്ചിക്കാരനാണ്. അദ്ദേഹം എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് കൊച്ചിക്കാരുടെ ഭാഷയൊക്കെ അറിയാലോ, വെട്ടാൻ വരുന്ന പൂവത്തിനെ പോലെ ചില സംസാരിക്കാറുണ്ട്. ആ രീതിയിൽ ഇദ്ദേഹം എന്നോട് സംസാരിക്കുകയാണ്. നിനക്ക് ഏത് സമയത്താണ് ഈ സ്മെല്ല് വരുന്നത്? ഞാനൊന്ന് പേടിച്ചെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ ഈ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൂക്ക് എൻ്റെ ശരീരത്തിൽ മൊത്തം മുട്ടിച്ചിട്ട് പറയുകയാണ്, സുഹൃത്തെ, നിനക്ക് മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ജാസ്മിൻ്റെ സ്മെല്ല് നിനക്ക് മാത്രം കിട്ടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് പറഞ്ഞ് തീരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു രോഗിയായ ചെറുക്കൻ, കൈകൾ വളഞ്ഞ കാലുകൾ വളഞ്ഞ ഒരു ചെറുക്കൻ, അപ്പനും അമ്മയും എടുത്തുകൊണ്ടുവരുന്ന ഒരു ചെറുക്കൻ. പെട്ടെന്ന് ഞാൻ കേൾക്കുന്നത് എല്ല് നുറുങ്ങുന്ന ഒരു ശബ്ദമാണ്. ഞാൻ നോക്കുമ്പോൾ ഈ എഴുന്നേക്കാൻ പറ്റാത്ത, ഈ നടക്കാൻ പറ്റാത്ത ചെറുക്കൻ ഈ കസേരൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പാടി സ്തുതിച്ച് ആ ചെറുക്കൻ ആ സ്റ്റേജിലേക്ക് ഊട്ടിക്കയറുന്നൊരു രംഗം ഞാൻ അത്രമാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ റൂമിലാണ്. എന്നെ അവിടെ ആരൊക്കെ കിടത്തിയിട്ട് ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ പേര് ഇവിടെ സൂചിപ്പിച്ചു. എൻ്റെ മുമ്പത്തെ പേര് മുഹമ്മദ് റഹീസ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ എന്ന പ്രദേശം
തൃക്കരിപ്പൂർ അറിയോ? സഖാവ് ഇ.കെ. നായനാരോട് മണ്ഡലമൊക്കെ അറിയില്ലേ? അവിടെ വലിയപറമ്പ് പഞ്ചായത്തിൽ മാടക്കാൽ എന്നൊരു കൊച്ചു ദ്വീപിൽ ഒരു ഇസ്ലാം പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം മതവിശ്വാസികളായ ആ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യ കുടുംബത്തിൽ ഞാൻ 6ാമത്തെ പുത്രനായിട്ട് ഹംസ ഹാജിയുടെയും കുഞ്ഞാമിനിയുടെയും മകനായിട്ട് ജനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ച എൻ്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ മൂലം, അതോടൊപ്പം തന്നെ മദ്രസ അറിയോ? മദ്രസ, അങ്ങനെ മദ്രസയിലെ പഠന രീതിയുടെ ആ ഒരു ഫലത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല കേട്ടോ, സമയമില്ല നമുക്ക്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ നിരീശ്വരവാദിയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ തൃക്കരിപ്പൂർ ഏരിയയിലെ CPMൻ്റെ ഏറ്റവും വലിയ നേതാവായി, DYFയുടെയും SFയുടെയും ഏറ്റവും വലിയ കേഡറായിട്ട് ഉയർന്നു. 19ാമത്തെ വയസ്സിൽ ഞാൻ CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ആ നിരീശ്വരവാദത്തെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ഞാൻ കുട്ടുത്തും പഠിപ്പിച്ചും കൊണ്ടും ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനം ഇങ്ങനെ നടത്തുകയാണ്. ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുക, എൻ്റെ സഖാക്കൾ, പ്രത്യേകിച്ച് കാറൽ മാർക്സ് എന്നെ പഠിപ്പിക്കുന്നത്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിച്ചു. പിന്നീട് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായി. അതിനുശേഷം പാർട്ടി എന്നോട് പറഞ്ഞു, പാർട്ടി വളർത്തുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് വയനാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ചുമതല നൽകുകയാണ്, അതുകൊണ്ട് നീ വയനാട്ടിലേക്ക് താമസം മാറ്റണമെന്ന് പറഞ്ഞു. അത് ആ പാർട്ടിയുടെ ഒരു സ്വഭാവമാണ്, അല്ലേ? നമ്മുടെ മന്ത്രി പി രാജീവൻ, അല്ലേ? ശരിക്കും അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് കേട്ടോ, മുമ്പത്തെ. അപ്പോൾ അദ്ദേഹത്തെ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ടാണ് എറണാകുളം കളമശ്ശേരിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അങ്ങനെ എന്നെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് ഒരു കൊച്ചു പ്രദേശത്ത് അവിടെ ഒരു വീടൊക്കെ റെഡിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടെ താമസിപ്പിച്ചു. ഞാനങ്ങനെ പാർട്ടിയൊക്കെ ഇങ്ങനെ വളരെ ശക്തമായിട്ട് വളർത്തുകയാണ്. അതിനിടയിൽ DYFയുടെ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 25 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയി. അപ്പോൾ തിരുവനന്തപുരം അന്ന് കാണാത്ത എൻ്റെ ഭാര്യയും കുട്ടിയും, അന്ന് കുട്ടിക്ക് 2.5 വയസ്സാണ്. അപ്പോൾ അവരും ഒന്നിച്ച് എൻ്റെ കൂടെ വന്നു. വെള്ളിയാഴ്ച ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ശനിയാഴ്ച രാത്രി വരെയും ഞങ്ങൾ തിരുവനന്തപുരമൊക്കെ അടിച്ച് പൊളിച്ച് ഞായറാഴ്ച ഞങ്ങൾ ട്രെയിനിൽ എൻ്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയില്ലേ എന്നിട്ടാ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണെന്നറിയോ? ആരാണ്? ക്രിസ്ത്യാനികളാണ്. പ്രത്യേകിച്ച് ഉടുപ്പിട്ട പാതിരിമാരെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കണ്ടുകൂടാ, അത് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് എൻ്റെ പാർട്ടി പ്രവർത്തനം നടക്കുന്നത്. അപ്പം ഞാൻ ട്രെയിനിൽ അന്ന്, നിങ്ങൾക്കറിയാം, മലബാർ ഭാഗത്തേക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ഭയങ്കര തിരക്കായിരിക്കും. വളരെ അപൂർവമായിട്ടാണ് ട്രെയിൻ ഉണ്ടാവുക. ഒറ്റ ലൈനാണ്, ഒരു ട്രാക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു ബോഗി. അവിടെ വെച്ച് ഞാൻ ഒരു പാതിരിയെ പരിചയപ്പെട്ടു. അന്ന് ഞങ്ങൾ ഫാദർ, അച്ഛന്മാരൊന്നും വിളിക്കില്ല, പാതിരി. അങ്ങനെ ഒരു പാതിരിയെ ഞാൻ പരിചയപ്പെടുകയാണ്. ഫാദർ, അദ്ദേഹം ദൈവം ഉണ്ടെന്ന് വാദിക്കും, ഞാൻ ദൈവമില്ലെന്ന് സ്ഥാപിക്കും. ഇത് ആ ബോഗിയിൽ ആകെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കാരണം ജനങ്ങൾ 2 ഭാഗമായി തിരിഞ്ഞു. ഒരു ഭാഗം അച്ഛൻ്റെ കൂടെയും ഒരു ഭാഗം എൻ്റെ കൂടെയും അണിനിരന്നു. ആ ബോഗിയിൽ ആകെ ബഹളമായി.
ഈ അച്ഛൻ്റെ പേര് അബ്രഹാം എരമംഗലമാണ്. അച്ഛൻ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു വൈദികനായിരുന്നു. അച്ഛൻ ഒരു 10-12 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അച്ഛൻ നല്ല ഹൈറ്റുള്ളൊരു മനുഷ്യനാണ്, നല്ല സൗണ്ടാണ്. അപ്പോൾ മുമ്പ് നിങ്ങൾ VIP യാത്ര ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ടാവും എന്നറിയോ? ഒരു സുട്ട്കേസ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. കറുത്തീന്നും അതുപോലെ തന്നെ ബ്രൗൺ നിറമൊക്കെ ആയിട്ടുള്ള സുട്ട്കേസ്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് ബെറ്റടിക്കുകയാണ്. ബെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഞാൻ ദൈവമുണ്ടെന്ന് പറയുന്നു, നീ ദൈവമില്ലെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പോയി താമസിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നീ ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ പാവനമായ ഈ വസ്ത്രം അഴിച്ച് നിന്റെ കയ്യിൽ തന്നിട്ട് നിന്റെ ചങ്കൊടിയും പിടിച്ചിട്ട് ഞാൻ നിന്റെ പിന്നാലെ ഇൻകുലാബ് വിളിച്ചിട്ട് നടക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തുകൊണ്ടെന്നറിയോ? ഞാനെന്ന സഖാവ് മൂലം ഒരു പാതിരി എൻ്റെ പിന്നാലെ ചെങ്കൊടിയും പിടിച്ച് കടന്നു വരിക, അതിലുപരി അദ്ദേഹം ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉടുപ്പ് അഴിച്ചു വെക്കുക. ഞാൻ ആ ബെറ്റടിച്ചു. അപ്പോൾ അദ്ദേഹം ഈ സൂട്ട്കേസ് തുറന്നിട്ട് ഒരു ലെറ്റർ പേഡ് എടുത്തിട്ട് എന്തൊക്കെയോ എഴുതിയിട്ട് ഒരു ബ്രൗൺ നിറത്തിലുള്ള കവറിലിട്ടിട്ട് ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ ഒരു അഡ്രസ്സ് എഴുതിയിട്ട് എന്നോട് പറയുകയാണ്, നീ ചാലക്കുടിയിൽ ഇപ്പോൾ തന്നെ ഇറങ്ങണം. ഇന്ന് മുതലാണ് ആ ക്ലാസ് അവിടെ നടക്കുന്നത്. ഇന്ന് ഇറങ്ങിയിട്ട് ആരുടെ കയ്യിൽ കൊടുത്താലും നിന്നെ അവിടെ എത്തിക്കും. വാശിപ്പുറത്ത് ഞാനത് സമ്മതിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും 2.5 വയസ്സുള്ള കൊച്ചും ഞായറാഴ്ച 25 വർഷം മുമ്പ് ഒരു ഞായറാഴ്ച ചാലക്കുടിയിൽ ഇറങ്ങി. ഈ ലെറ്റർ ഒരു ഓട്ടോ ഡ്രൈവറെ കാണിച്ചു. അദ്ദേഹം എന്നെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, 25 വർഷം മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 10,000 പേര് ധ്യാനത്തിലിരിക്കുന്ന സമയം. നീണ്ട ക്യൂകൾ, 3, 4, 5, എനിക്കൊന്നൊരു 10-12 മേശയിട്ട കൗണ്ടറുണ്ട്. അപ്പോൾ ഈ കൗണ്ടറിൻ്റെ മുമ്പിലൊക്കെ നീണ്ട ക്യൂ ആണ്. അങ്ങനെ ഒരു ക്യൂവിൽ ഞാൻ നിന്നു. അവസാനം ഈ ലെറ്റർ ഈ സുഹൃത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് പൊട്ടിച്ച് വായിച്ചിട്ട് എന്നെയും കൊണ്ട് ഒരു ഓഫീസിലേക്ക് പോയി. കോണിപ്പടയൊക്കെ കയറിയിട്ട് ഒരു ഓഫീസിലേക്ക് പോയി. വാതിൽ തുറന്നു. ഞാൻ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട പനക്കലച്ചനെ ഞാൻ കാണുകയാണ്. അദ്ദേഹം ഇത് വായിച്ചിട്ട് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നിനക്കും നിൻ്റെ കുടുംബത്തിനും പൂർണ്ണ സമ്മതമാണെങ്കിൽ നിനക്ക് ഈ ക്ലാസ്സിലിരിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ക്ലാസ് ഇന്ന് തുടങ്ങിയാൽ പിന്നെ ഈ ക്ലാസ് കഴിയുന്നത് വരെ, അദ്ദേഹം ധ്യാനം എന്ന് എന്നോട് പറയുന്നില്ല കേട്ടോ, ഈ ക്ലാസ് കഴിയുന്നത് വരെ പുറത്തേക്ക് ആരും വിടില്ല. വെള്ളിയാഴ്ച രാവിലെ മാത്രമേ പുറത്തേക്ക് വിടൂ. പക്ഷെ നിനക്കും നിൻ്റെ ഫാമിലിക്കും ഏത് നിമിഷം പോകണമെന്ന് തോന്നുന്നോ എന്നെ വന്ന് കണ്ടാൽ ഞാൻ നിന്നെ പുറത്തേക്ക് വിടാം. ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വന്ന് ചെറിയൊരു റൂമൊക്കെ ഞങ്ങൾക്ക്, ഒരു ഫാമിലി റൂമൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടിയും തൂക്കിയിട്ട്, ഞങ്ങളെ ബാഗും തൂക്കിയിട്ട് ഇതേപോലെ വലിയൊരു ഹാളിൻ്റെ മുൻവശത്തുകൂടി നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാടക്കാൽ എന്ന പ്രദേശത്താണ്. തൃക്കരിപ്പൂരിൻ്റെ അടുത്താണ്. അടുത്ത ടൗണ് പയ്യന്നൂരാണ്. അവിടെ ആകെ പയ്യന്നൂർ ആണ് ഒരു പള്ളി ഉള്ളത്. അവിടെ വിദ്യാലയമൊക്കെ അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സഖാക്കളാരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് യേശുവിൻ്റെയോ അതുപോലെ മാതാവിൻ്റെയോ രൂപങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളെന്ന് പറയാൻ ആരാണെന്നുള്ളതെന്നറിയോ? മീൻ പിടിക്കാൻ വരുന്നവർ. അവർ വർഷത്തിൽ 6 മാസം ഈ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഭാഗത്ത് വന്നിട്ട് താമസിക്കും. എന്നിട്ട് അവർ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ 6 മാസം കഴിഞ്ഞാൽ അത് തിരിച്ചു പോകും. അങ്ങനെയാണ് ഞങ്ങൾ ആകെ ക്രിസ്ത്യാനികളെ കാണുന്നത്. സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഈ വേദിയുടെ മുമ്പിലേ നടന്നു പോവുകയാണ്. നിങ്ങൾക്കറിയാം, മലബാറിലെ ദൈവങ്ങളെ ഏത് രൂപത്തിലാണെന്ന് കാണുന്നത്? തെയ്യത്തിൻ്റെ രൂപത്തിലാണ് അല്ലേ? തെയ്യം കെട്ടും, കോലം കെട്ടും. അപ്പോൾ ഭീകരമായ ചില രൂപങ്ങളുടെ രീതിയിലാണ് നമ്മൾ ദൈവത്തെ കാണുക. പക്ഷേ ഇവിടെ ഞാൻ ഈ
വേദിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു മരക്കഷത്തിൽ തൂങ്ങിയിട്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നൊരു രൂപം, തൊട്ട് പിന്നാലെ ഹൃദയം തുറന്നു പിടിച്ച് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നൊരു ദൈവം. ഞാൻ അങ്ങനെ ഒരു ദൈവത്തെ ആദ്യമായിട്ട് കാണുകയാണ്. എൻ്റെ ഉള്ളൊന്ന് കാളി, പക്ഷെ അധികം അത് നീണ്ടു നിന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ നിരീശ്വരവാദി എന്ന പിശാചുണ്ടായിരുന്നു. അങ്ങനെ റൂമിലേക്ക് പോയി തിരിച്ചു വന്ന് ഞങ്ങളെ ക്ലാസ് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് ധ്യാനത്തിലേക്ക് പോകുന്നവരൊക്കെ, നമ്മളിപ്പോഴും നമ്മളെ ചില ചേട്ടന്മാരും ചേട്ടത്തിമാരൊക്കെ, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ധ്യാനത്തിന് പോകുമ്പോൾ അവർ ഭയങ്കര അസഹിഷ്ണുതരായിരിക്കും അല്ലേ. സ്തുതിക്കാൻ പറഞ്ഞാൽ സ്തുതിക്കില്ല, പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടില്ല, ചിലർ കടന്നുറങ്ങും. ഞങ്ങളുടെ കാര്യം ഇതിനേക്കാൾ വളരെ ദുർബലമായിരുന്നു. ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് സന്ധ്യാസമയം, ഈ സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയൊരു ടേബിളിൽ ഒരു ട്രോഫിയിൽ എന്തോ ഒരു സാധനം അവിടെ ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ആകെ ബഹളാണ്. അത് ആരാധനയാണെന്നും ഞങ്ങൾക്കന്ന് അറിയില്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ അലർച്ചയാവും. ഞങ്ങൾ ഈ വേദിയുടെ ഏറ്റവും പിന്നാലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലേ, രോഗികളെയും എടുത്ത് നടക്കാൻ പറ്റുന്ന രോഗികളെയും കുട്ടികളുള്ള മാതാപിതാക്കന്മാരെയൊക്കെ ഏറ്റവും പിന്നാലെയാണ് അന്ന് ഇരുത്തുന്നത്. കിടപ്പ് രോഗികളൊക്കെ സൈഡിലാണ്. അപ്പോൾ ഏറ്റവും പിന്നാലെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിങ്ങനെ വളരെ അസഹിഷ്ണുതയോടെ ഇരിക്കുമ്പോഴും ഞങ്ങൾ 2.5 വയസ്സുള്ള കൊച്ചു വളരെ ഹാപ്പിയാണ്. കാരണം അന്ന് അവിടെ ബൈബിളിൻ്റെ ഒരു പാലപാടി ഉണ്ടായിരുന്നു. ഇവിടെ രാവിലെ കൊണ്ടുപോയാൽ പിന്നെ 3:30 തിരിച്ചു കൊണ്ടുവരിക. ഇവൾ വന്നിട്ട് കുറേ പാട്ടൊക്കെ പഠിച്ചിട്ട് ഞങ്ങളെ കേൾപ്പിച്ചു തരും. അങ്ങനെ ഏകദേശം ബുധനാഴ്ചയായി. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഇന്ന് രാത്രി അച്ഛനെ കണ്ടിട്ട് നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകണം. ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ബുധനാഴ്ച വൈകുന്നേരം ഇതേപോലെ ഈ സന്ധ്യാസമയത്ത് ഭയങ്കരമായിട്ട് ആർപ്പുവിളിയും ബഹളവും എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും പിന്നിലാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. എൻ്റെ പാപ്പയും ജ്യേഷ്ഠന്മാരും എൻ്റെ അമ്മാവന്മാരും അങ്ങനെ എൻ്റെ ഏകദേശം 10-30 പേര് എൻ്റെ ആ ഭവനത്തിലൊരു കൂട്ടുകുടുംബമായിട്ടുണ്ട് കേട്ടോ. ആ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യ കുടുംബമാണ്. അവരെല്ലാം ഗൾഫിലായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയോ? പെർഫ്യൂമില്ലേ, ഞങ്ങളത് പെർഫ്യൂം എന്ന് പറയില്ല, അത്തർ എന്ന് പറയും. ഈ അത്തർ ഇങ്ങനെ ശേഖരിച്ച് വെക്കലാണ് എൻ്റെ ഒരു ഹോബി. അപ്പോൾ വലിയൊരു പെട്ടി നിറയെ ഈ അത്തർ ഇങ്ങനെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആര് ഗൾഫിൽ നിന്ന് വന്നാലും എനിക്ക് 10, 12, 15 അത്തറിൻ്റെ കുപ്പി തരും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ ബുധനാഴ്ച വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥന, ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഈ ട്രോഫിയിലെന്തോ എഴുന്നള്ളിച്ച് വെച്ച് ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ജാസ്മിൻ്റെ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുകയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ലാത്ത ഒരു സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. എനിക്ക് ഭയങ്കര അസൂയായി. എന്നിട്ട് അടുത്തുള്ള മക്കളോടൊക്കെ ഞാൻ ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾ ഏത് ബ്രാൻഡിലുള്ള അത്തർ പെർഫ്യൂമാണ് പൂശിയിരിക്കുന്നത്? അത് പറഞ്ഞു തന്നാൽ എനിക്കിതേ ബ്രാൻഡ് വാങ്ങിയിട്ട് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളങ്ങനെ അത്രയൊന്നും പൂശിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന മകൻ ഒരു കൊച്ചിക്കാരനാണ്. അദ്ദേഹം എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് കൊച്ചിക്കാരുടെ ഭാഷയൊക്കെ അറിയാലോ, വെട്ടാൻ വരുന്ന പോത്തിനെ പോലെ ചിലർ സംസാരിക്കാറുണ്ട്. ആ രീതിയിൽ ഇദ്ദേഹം എന്നോട് സംസാരിക്കുകയാണ്. നിനക്ക് ഏത് സമയത്താണ് ഈ സ്മെല്ല് വരുന്നത്? ഞാനൊന്ന് പേടിച്ചെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ ഈ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൂക്ക് എൻ്റെ ശരീരത്തിൽ മൊത്തം മുട്ടിച്ചിട്ട് പറയുകയാണ്, സുഹൃത്തെ, നിനക്ക് മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് നിനക്ക് ഈ ജാസ്മിൻ്റെ സ്മെല്ല് നിനക്ക് മാത്രം കിട്ടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് പറഞ്ഞ് തീരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു രോഗിയായ ചെറുക്കൻ, കൈകൾ വളഞ്ഞ കാലുകൾ വളഞ്ഞ ഒരു ചെറുക്കൻ, അപ്പനും അമ്മയും എടുത്തുകൊണ്ടുവരുന്ന ഒരു ചെറുക്കൻ, പെട്ടെന്ന് ഞാൻ കേൾക്കുന്നത് എല്ല് നുറുങ്ങുന്നൊരു ശബ്ദമാണ്. ഞാൻ നോക്കുമ്പോൾ ഈ എഴുന്നേക്കാൻ പറ്റാത്ത, ഈ നടക്കാൻ പറ്റാത്ത ചെറുക്കൻ ഈ
കസേരൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പാടി സ്തുതിച്ച് ആ ചെറുക്കൻ ആ സ്റ്റേജിലേക്ക് ഊട്ടിക്കയറുന്നൊരു രംഗം ഞാൻ അത്രമാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ റൂമിലാണ്. എന്നെ അവിടെ ആരൊക്കെ കിടത്തിയിട്ട് ആരൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ഏത് പ്രശ്നങ്ങളും, നിന്നെ അലട്ടുന്ന ഏത് ബുദ്ധിമുട്ടുകളും നീ പരിശുദ്ധ അമ്മ വഴി ഇന്ന് നടക്കുന്ന വിശുദ്ധ ആരാധനയിലേക്ക് വിട്ടുകൊടുത്താൽ, പ്രത്യേകിച്ച് ഇന്ന് നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, നിന്റെ കുടുംബത്തിന് അലട്ടുന്ന ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, എന്ത് പ്രശ്നമാവട്ടെ, ആ പ്രശ്നങ്ങൾ പരിശുദ്ധ അമ്മ വഴി കർത്താവിലേക്ക് വിട്ടുകൊടുത്താൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ ആരാധനയിൽ ദൈവം നിന്റെ ഭവനത്തിൽ വിരുന്ന് വരും എന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തേ. ഒന്ന് ഉറക്ക കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തേ. ഒന്ന് വലത് കൈ ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നല്ല എൻ്റെ രൂപം. താടിയൊക്കെ വെച്ച് കാറൽ മാർക്സിനൊക്കെ പോലെ കണ്ടാൽ ഒരു നോട്ടമേ എൻ്റെ മുഖത്തേക്ക് നോക്കൂ. കാരണം എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്, അതിൻ്റെ എല്ലാ അഹങ്കാരമുണ്ട്. ഈ പണമുള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എപ്പോഴും എൻ്റെ കൂടെ 10, 12, 20 പേര് എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ആ നാട്ടിലെ ഒരു സഖാവ് എന്നതിലുപരി ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ള ഞാൻ വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഞാനും എൻ്റെ വൈഫും എൻ്റെ കൊച്ചും വീട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് രോഗസൗഖ്യങ്ങൾ, ഒരുപാട് വിടുതലുകൾ, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ എടുത്തു മാറ്റിയ, എന്തൊക്കെയോ ഭാരങ്ങൾ തകർന്നടിഞ്ഞ ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു പുസ്തകം വാങ്ങിയിരുന്നു, കുടുംബ പ്രാർത്ഥന എന്നൊരു ബുക്ക്. പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെ പാർട്ടി പരിപാടിയൊക്കെ നിർത്തി, എവിടെയും പുറത്തിറങ്ങാതായി. ഞങ്ങളെ റൂമിൽ മാത്രം അടച്ച് അങ്ങനെ ഇരിക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടന്നുറങ്ങും. അപ്പോൾ വീട്ടുകാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം ഇവനെന്ത് പറ്റി, കാരണം വീട്ടിൽ കാണാത്ത ആൾ വീട്ടിൽ തന്നെയാണിപ്പോൾ. പാർട്ടിക്കാർ അന്ന് ലാൻഡ് ഫോണാണ്, ഇന്ന് മൊബൈലൊന്നുമില്ല, എപ്പോഴും ലാൻഡ് ഫോണിൽ വിളിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇന്ന് ഊരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കറിയാം പ്രാർത്ഥനയൊക്കെ ചൊല്ലിയാൽ ചിലപ്പം എൻ്റെ തല കാണില്ലെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടൊരു ശക്തി എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. എങ്കിലും പേടിയുണ്ട്. പക്ഷേ ഈ 2.5 വയസ്സുള്ള കൊച്ചിന് ഇതൊന്നും അറിയില്ലല്ലോ. അവൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 10-30 പേരടങ്ങുന്ന എൻ്റെ കുടുംബത്തിലെ ഏകദേശം 10-30 കുട്ടികൾ, കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ നിരത്തി നിർത്തിയിട്ട് പനക്കലച്ചൻ പ്രാർത്ഥിപ്പിക്കുന്ന പോലെ കയ്യേക്ക് ഉയർത്തിയിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി. വീട്ടുകാർ ശ്രദ്ധിച്ചു. ഒരു ദിവസം രാത്രി എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ്, എന്തോ സംഭവിക്കാൻ പോകുന്നു. കാരണം ഒരു അടക്കി ഒതുക്കിയ സംസാരങ്ങൾ വീട്ടിൽ, എന്നെ വല്ലാത്തൊരു നോട്ടം, എന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. സ്നേഹം അവരുടെ മുഖത്തുനിന്ന് മാഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ തീരുമാനിച്ചു, ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് രാത്രി ഞങ്ങൾ ഒരു ചെറുവഞ്ചിയിൽ, ഒരു ചെറു തോണിയിൽ കയറിയിട്ട്, ഐലൻഡാണ് കേട്ടോ നമ്മുടെ പ്രദേശം, തൊട്ടിപ്പുറത്തെത്തി. അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ ആക്കിയിട്ട് നേരെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. എന്നിട്ട് അവിടെ നിന്ന് മുമ്പ് ധ്യാനത്തിലേക്ക് വിട്ട അബ്രഹാം അച്ഛനെ വിളിച്ചു. ലാൻഡ് ഫോണാണ് കേട്ടോ. വിളിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങളിങ്ങോട്ടേക്ക് വന്നേ. അച്ഛൻ മൂവാറ്റുപുഴയിലാണ് അന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ആലുവയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് എന്നെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഞങ്ങൾ ട്രെയിൻ കയറി. രാവിലെ ആകുമ്പോൾ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തി അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ സങ്കടത്തോടെ പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് മൂവാറ്റുപുഴയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എടക്കര അറിയോ, നിലമ്പൂർ എടക്കരക്കടുത്ത് ഒരു സ്ഥലത്ത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അവിടെ പോയാൽ മതി. അങ്ങനെ അച്ഛൻ പറഞ്ഞ ആ ഒരു അഡ്രസ്സിൽ ഞങ്ങൾ അന്ന് രാവിലെ തന്നെ ട്രെയിൻ കയറി. പിന്നീട് ബസ് പിടിച്ചിട്ട് നിലമ്പൂർ എടക്കര മുപ്പിനി എന്ന സ്ഥലത്ത് ബസ്സിറങ്ങി. അവിടെ പോയപ്പോൾ ബഹുമാനപ്പെട്ട അവിടുത്തെ വികാരി അച്ഛൻ ഞങ്ങളെ സ്വീകരിച്ചു. എന്നിട്ട് ഇന്ന് സ്രോതസ് ധ്യാന കേന്ദ്രമാണ്. നാളെ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്രോതസ് എന്ന് പറഞ്ഞ ഒരു കെട്ടിടത്തിലാണ് ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയത്.
അപ്പോൾ അവിടെ എത്തി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ ഇടവക ധ്യാനം ഇന്ന് ആരംഭിക്കുകയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ധ്യാനം ശാലോമിലെ പ്രകാശം ബ്രദറിനറിയോ? പ്രകാശം ബ്രദറാണ് ആ ധ്യാനം നയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ധ്യാനം തുടങ്ങി. അന്നും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ പോലെ തന്നെ ഈ ധ്യാനം കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോലെ തന്നെ ഇങ്ങനെ വലിയൊരു മേശയൊക്കെ വെച്ചിട്ട് ഈ ട്രോഫിയിൽ ഇങ്ങനെ എന്തോ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കി. അപ്പോൾ യേശുവിൻ്റെ ഫോട്ടോ, യേശു ഇങ്ങനെ ഹൃദയമൊക്കെ തുറന്നു പിടിച്ചിട്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ദൈവത്തെ എഴുന്നള്ളിച്ച് വെക്കുക ഈ അപ്പത്തിൻ്റെ രൂപത്തിലാണ്. എന്നാൽ എടക്കരയിലെ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് ഈ ഫോട്ടോയുടെ രൂപത്തിലാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഈ പ്രാർത്ഥന കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഈ ബ്രദർ അനൗൺസ് ചെയ്യുകയാണ്, ഈ കൂട്ടത്തിൽ ഒരു വ്യക്തി ജീവിക്കുന്ന ദൈവത്തെ സക്രാരിയിൽ കാണുന്നു, ആ വ്യക്തി എഴുന്നേറ്റെന്ന് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. എല്ലാവരും ചുറ്റും നോക്കി, ഞാനും ചുറ്റും നോക്കി. ആ ഭാഗ്യവാൻ ആരും കണ്ടില്ല. 4-5 തവണ ഈ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അവസാനം ഈ ബ്രദർ സഹികെട്ട് പറഞ്ഞു, ആ വ്യക്തിക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് ഞാൻ കണ്ട രൂപം വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതേ രൂപത്തിലുള്ള ഇതേ ഫോട്ടോയാണ് ആ വ്യക്തി കാണുന്നത്, ആ വ്യക്തി എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ വല്ലാതെ ചിരിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഈ ബ്രദറിനെന്താ ഭ്രാന്തുണ്ടോ? എല്ലാ വ്യക്തികളും എല്ലാവരും ആ ഫോട്ടോ കാണുന്നില്ലേ, പിന്നെ എന്തിന് നിങ്ങൾ ഒരാളെയായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തണം? ബ്രദർ അത്ഭുതത്തോടെ ചോദിച്ചു, സഹോദരൻ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ ഞാൻ ഈ ഫോട്ടോ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബ്രദർ പറയുകയാണ്, നീ മാത്രമേ ആ ജീവിക്കുന്ന ദൈവത്തെ സക്രാരിയിൽ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിക്കുന്ന ദൈവം ശ്രദ്ധിച്ചേ സ്വർഗത്തിൽ വാഴേണ്ട ഒരു ദൈവം ഇതാ ഭൂമിയിലേക്ക് ഈ പട്ടികൾ കാഷ്ടിക്കുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു കഷ്ണം അപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാണെന്നും ഒരു തുള്ളി വീഞ്ഞെടുത്തിട്ട് ഇതെന്റെ രക്തമാണെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മെ നോക്കി കരയുന്ന ഒരു ദൈവം. ദൈവം എവിടെയാ കരഞ്ഞത്? ലാസറിന്റെ ശവകുടീരത്തിലേക്ക് നിങ്ങളൊന്ന് പോകണം. വചനം പറയുന്നു, യേശു അവിടെ സ്വർഗത്തെ നോക്കി കരഞ്ഞു. യേശു കരഞ്ഞപ്പോൾ പുഴുവരിച്ച എല്ല് പൊട്ടിഞ്ഞ ലാസർ ഇതാ ജീവനോടെ തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞ കർത്താവ്, ഹൃദയം നുറുങ്ങിയ കർത്താവ് നമുക്ക് വേണ്ടി 1480 മുറിവുകളേറ്റ ആ കർത്താവ് നമുക്ക് വേണ്ടി 17 പ്രാവശ്യം വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് നിലത്ത് വീണ കർത്താവ്, ഭാരമുള്ള 10 മടങ്ങ് ഭാരമുള്ള കുരിശും വഹിച്ചുകൊണ്ട് ആ ഗൗത്താമലിലേക്ക് നടന്നു പോയപ്പോൾ പൊട്ടിഞ്ഞുപോയ മാംസപേശിയുള്ള നമ്മുടെ കർത്താവ് തീർന്നില്ല. 17 മുള്ളുകൾ തൻ്റെ തലയോട്ടിയിലേക്ക് അടിച്ചിറക്കിയപ്പോഴും സ്നേഹത്തോടെ നമ്മെ ചേർത്ത് പിടിച്ച കർത്താവ്, ആ കർത്താവ് നമ്മെ നോക്കി കരയുന്നത് കൊണ്ടാണ് മക്കളെ നാം ഇങ്ങനെ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി നടക്കുന്ന വിശുദ്ധാരാധനയിൽ നിന്റെ പ്രശ്നങ്ങള്, നിന്റെ എന്ത് ബുദ്ധിമുട്ടുകളും, നിന്നെ അലട്ടുന്ന എന്ത് പ്രശ്നങ്ങളും അത് മല പോലെ നിന്റെ കുടുംബത്തെ ഭരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നടക്കുന്ന വിശുദ്ധാരാധനയിലേക്ക് നിന്റെ പ്രശ്നങ്ങൾ വിട്ടുകൊടുത്താല് ആ ജീവിക്കുന്ന ദൈവം, നിന്നെ നോക്കി കരയുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വാസമുള്ളവർ, ദൈവമക്കളെ, നീ ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയേ, ഒന്ന് ഉറക്ക കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയേ. നിന്റെ കുടുംബം നവീകരിക്കാൻ നീ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കുന്നത്, നിങ്ങൾ ഇന്ന് ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ യോഗ്യത കൊണ്ടാണോ? നമ്മുടെ യോഗ്യത കൊണ്ടാണോ?
പിന്നെ എന്തുകൊണ്ടായിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളൊന്നും പറയില്ല, ചേട്ടന്മാർ എന്നാണ് പറയുക. കാരണം ഞാൻ പറഞ്ഞ 6 മാസമാണ് അവരവിടെ വന്ന് താമസിക്കുക. ഞങ്ങളുടെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയോ? മീൻ പിടിക്കാൻ വരുന്ന പാവങ്ങളാണ്. വഞ്ചിയൊക്കെ അവർ ഈ ലോറിയിലാണ് കൊണ്ടിറക്കുക. ഞങ്ങളുടെ ഏറ്റവും വലിയ ഹോബി രാത്രി പോയിട്ട് ഈ വഞ്ചിയും ഈ വലയും ഒക്കെ നശിപ്പിക്കലാണ്. വെറുതെ ഒരു ഹോബി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ കർത്താവിനെ അറിഞ്ഞപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊരു സംഭവമുണ്ട്. രാത്രിക്ക് രാത്രി ഞാനും എൻ്റെ സഖാക്കളും അവർ പ്രാർത്ഥിക്കാൻ കെട്ടിപ്പൊക്കിയ താൽക്കാലികമായ തെങ്ങിൻ്റെ ഓല കൊണ്ട് മെടഞ്ഞ ഒരു ചാപ്പല് കത്തിച്ച ഒരു സംഭവം. അങ്ങനെ ഒരു പാവി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഞാൻ പറയും, അന്ന് 2023 വർഷം മുമ്പ് എൻ്റെ ഗുരു, എൻ്റെ ജീവിക്കുന്ന ദൈവം, എനിക്ക് ജീവൻ നൽകുന്ന ദൈവം എന്നെ നോക്കിയിട്ട് ആ കുരിശിൽ കിടന്നുകൊണ്ടൊരു പ്രാർത്ഥന നടത്തി. ഇവൻ ചെയ്യുന്നതെന്തെന്ന് ഇവൻ അറിയുന്നില്ല, ഓ സ്വർഗമേ ഇവനോട് നീ ക്ഷമിക്കണമേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞാനും നിങ്ങളും ഇന്നിങ്ങനെ ആയിരിക്കുന്നത്. ഹല്ലേലൂയാ! ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിന്റെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച് പറഞ്ഞേ, ഈ ഇടവക നവീകരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞേ, ഈ ധ്യാന കേന്ദ്രത്തിലെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ ആഗ്രഹിച്ചു കൊണ്ടെന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ഇസ്ലാം, ഒരു ക്രിസ്ത്യാനി ആവുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്നെ നോക്കിയിട്ട് സുന്ദരമായ മുഖം, സുന്ദരമായ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും മരിക്കുന്നതിന് തുല്യമാണ് അവൻ്റെ ജീവിതം. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ പ്രകാശം കണ്ടാൽ ആ പ്രകാശത്തെ കെടുത്താൻ, അവനിൽ വസിക്കുന്ന പ്രകാശത്തെ കെടുത്താൻ ദുഷ്ടശക്തികൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. സത്യം അറിഞ്ഞവരാരും ഭൂമിയിൽ ചുമ്മാ നടക്കില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 32-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾ സത്യം അറിയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വരുമോ? വരില്ല. അതേപോലെ തന്നെ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഞാനും എൻ്റെ കുടുംബവും സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ ആയിരിക്കുക. പക്ഷേ ആ വെളിച്ചത്തെ, ആ സത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ എപ്പോഴും സാത്താൻ്റെ സന്തതികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 12-15 വർഷം മുമ്പ്, ഇപ്പം ഞാൻ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൻ്റെ അടുത്താണ്. അപ്പോൾ മുമ്പും ഞാൻ അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. അവിടെ ആകാശപ്പുറവൾ എന്നൊരു ശുശ്രൂഷയുണ്ട്. അവിടെ മരിച്ചുപോയി അച്ഛൻ, ബഹുമാനപ്പെട്ട സണ്ണി ഊക്കൻ അച്ഛൻ, അച്ഛൻ്റെ നേതൃത്വത്തിലാണ്, CMA അച്ഛനാണ്, അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ അവിടെ കുറച്ച് നാൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടി അവിടെ ചെന്നു. ഞാനും കുടുംബവും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ശുശ്രൂഷയാണ്. അപ്പം ഞാൻ പൊതുവേ ഈ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിൽ നിന്ന് അങ്ങനെ സഞ്ചരിക്കാറില്ല. പക്ഷെ അന്ന് എന്തോ ഒരു പ്രധാന ആവശ്യം പ്രകാരം അച്ഛനോട് പറഞ്ഞു, ഈ കോഴിക്കോടേക്ക് വരെ ഒരു യാത്ര പോകണം. അങ്ങനെ രാവിലെ കോഴിക്കോടേക്ക് ഞാൻ യാത്ര പോവുകയാണ്. കൊച്ചു മൊബൈലൊക്കെ ഇറങ്ങിയൊരു സമയമാണ്, അല്ല ചെറിയ മൊബൈൽ, ഒരു മൊബൈലേ ഞങ്ങളുടെ കുടുംബത്തിനുള്ളൂ. അന്ന് രാവിലെ ധൃതിയിൽ ഇറങ്ങേണ്ട ആ ഒരു ബന്ധപ്പാടിൽ ആ മൊബൈൽ ഞാൻ എടുത്തില്ല. ഞാനങ്ങനെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ രാവിലെ എത്തിയിട്ട് ഒരു മറന്നുപോയ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ മുമ്പ് ഫോൺ ചെയ്യുക STD ബൂത്ത് കയറിയിട്ടാണ് അല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ ബൂത്തിലെ ഉടമസ്ഥനും അതിൻ്റെ ചുറ്റുമുള്ള കടക്കാരൊക്കെ
എന്തോ കണ്ട് ഭയന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ്. ഞാനിങ്ങനെ നോക്കി, അവരിങ്ങനെ വല്ലാതെ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഒരു അംബാസഡർ വണ്ടി അവിടെ വന്ന് നിന്നിട്ടുണ്ട്. പെട്ടെന്ന് ദൈവം എന്നോട് എനിക്ക് തോന്നിച്ചു അപകടം വരുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ കാറിന്ന് ഇറങ്ങിയവർ ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്ന തൊട്ട് മുമ്പ് ചാടി വന്നിട്ട് എന്നെ പൊക്കിയിട്ട് ഈ അംബാസഡർ വണ്ടിയിൽ അതിൻ്റെ ലാസ്റ്റ് സീറ്റിലേക്ക് തള്ളിയിട്ടിട്ട് വണ്ടി നീങ്ങുകയാണ്. അവിടെ വെച്ച് എൻ്റെ കൈകൾ ബന്ധിച്ചു, വായിൽ തുണി തിരുകി, കണ്ണുകൾ കെട്ടി, കാലുകൾ കെട്ടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വാഹനം നിൽക്കുന്നത് വരെ അവരുടെ ബൂട്ടിട്ട കാലുകൊണ്ട് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ പാടക്കിപ്പോഴും എൻ്റെ കയ്യിലും ശരീരത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ എത്ര നേരം ഈ വാഹനം ഓടിയെന്നറിഞ്ഞില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ സമയത്ത് ബ്രദർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയായിരിക്കുന്നു. ജീവൻ്റെ കൊതിയിൽ ഒരു പ്രാർത്ഥനയും വരില്ല. ചത്ത ശവം. എന്താ സംഭവിക്കുന്ന ഒരു ആധി അത്രയും ഉണ്ടാവും മനുഷ്യന്. അപ്പോൾ ഈ വാഹനം ഒരുപാട് സമയം ഓടി, എവിടെയോ നിന്നു. ഇവരെന്നെ എടുത്തിട്ട് എവിടെയോ ഇങ്ങനെ ഒരു ചാക്ക് കെട്ടുക പോലെ എറിഞ്ഞു. അതിനുശേഷം ഇപ്പോഴും എനിക്ക് നടുവേദനയാണ്. അപ്പോൾ എന്നിട്ട് കണ്ണിലെ കട്ട കഴിച്ചു. ചെറിയൊരു നമ്മുടെ ടോയ്ലറ്റിലെ ചെറിയ ബാത്റൂം, ഫ്രഷ് റൂം. അപ്പോൾ അത്രയും വിസ്താരമുള്ള റൂം, ഒരൊറ്റ ഇടുങ്ങിയ ഒരു വാതിൽ, ഒരൊറ്റ ഒരു കിളിവാതിൽ. അതാണ് ആ റൂമിൻ്റെ ഒരു അവസ്ഥ. ഇവരെൻ്റെ കെട്ടുകളെ അഴിച്ചിട്ട് വാതിലടച്ച് ഇവർ തിരിച്ചുപോയി. വീണ്ടും വാതിൽ തുറന്നു. ഒരു മുസ്ലിയാർ കടന്നു വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ റഹീസേ, നിനക്ക് 2 ചോയ്സ് ഞാൻ നൽകുകയാണ്. ഒന്നെങ്കിൽ നിനക്ക് ജീവിക്കാം. നിനക്ക് ജീവിക്കണമെങ്കിൽ നീ ഇന്ന് വിശ്വസിക്കുന്ന ഈ സാത്താൻ്റെ വിശ്വാസത്തിൽ നിന്ന് തള്ളിപ്പറയണം. എന്നിട്ട് നമ്മുടെ കൂടെ തിരികെ വരണം. നിനക്ക് വേണമെങ്കിൽ മരിക്കാം. നീ ഇന്ന് വിശ്വസിക്കുന്ന ഈ സാത്താൻ്റെ, ഈ ചെകുത്താൻ്റെ, ഈ ഇബ്ലീസിൻ്റെ വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നാൽ മതി. നിനക്ക് ജീവിക്കാം, നിനക്ക് മരിക്കാം. ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇത്രയും പറഞ്ഞ് ഇദ്ദേഹം റൂം പൂട്ടി പുറത്തേക്ക് പോയി. എനിക്ക് ഭക്ഷണം പലതും വരുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് വരെ പ്രാർത്ഥിക്കാത്ത രീതിയിൽ മുട്ടുമേ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഓ ദൈവമേ, നീതാ എൻ്റെ ശരീരത്തെ നീ തിരിച്ചെടുത്തു. പക്ഷേ എൻ്റെ വരവും നോക്കി, എൻ്റെ വരവും പ്രതീക്ഷിച്ച് എന്നെ കാണാത്തതിന് വിങ്ങലോടെ നിൽക്കുന്ന എൻ്റെ കൊച്ചു ഭവനത്തിൽ എൻ്റെ ഭാര്യ, എൻ്റെ 2 പറക്കമുറ്റാത്ത മക്കള്, അവരെ നീ ഏറ്റെടുക്കണമേ തമ്പുരാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു സുഗന്ധം ആ റൂമിലാകെ പരന്നു. എനിക്ക് ഉറപ്പായി മാതാവ് ഇവിടെ വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു വല്ലാത്ത സൗണ്ട് എൻ്റെ ചെവിയിലേക്ക് അടിച്ചു കയറി, ഞാൻ നിനക്കൊരു സമയം തരും, നീ അത് ഉപയോഗപ്പെടുത്തുക. എനിക്കുറപ്പായി ദൈവം വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു അഭിഷേകമായിരുന്നു. ഇതുവരെ ആ അഭിഷേകം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ മുട്ടുമേ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ബാങ്കുവിളി, രാവിലത്തെ ബാങ്കുവിളി വന്നു. കാക്കകൾ കരഞ്ഞു. എനിക്കുറപ്പായി രാവിലെയായി. വാതിൽ തുറന്നു. ഈ മുസ്ലിയാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്ത് തീരുമാനിച്ചു? ഞാനല്ല പറഞ്ഞത്, ആരോ എന്നെ കൊണ്ട് പറയിച്ചു. നിങ്ങൾ എന്ത് പറയുന്നുവോ ഞാനതനുസരിക്കാം. അപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ട് മുഖത്തൊരു ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നീ നല്ലവനാണ്, ഇനി ഏതോ ഒരു അബദ്ധത്തിൽ ആ വിശ്വാസത്തിലേക്ക് പെട്ടുപോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരുടെ വിശ്വാസ പ്രമാണം, സാത്താൻ്റെ ഒരു പ്രാർത്ഥന, ഷഹാദത്ത് കലിമ എന്നെ ചൊല്ലിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു വിശ്വാസ പ്രമാണം സ്വർഗം നൽകിയിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവം തൻ്റെ മക്കൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ശക്തമായൊരു പ്രതിജ്ഞ. നിനക്ക് ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഏത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, ഏത് പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നീ മുട്ടുമേ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ നിന്റെ കാൽമുട്ടും ഈ ഭൂമിയും തമ്മിലുള്ള ദൂരം കുറയണം. അങ്ങനെ നീ മുട്ടുമേ നിന്നുകൊണ്ട് ആ പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലി, ഒന്ന് കുമ്പസാരിച്ചതിന് ശേഷം നീ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിയേ, അവിടെ പരിശുദ്ധാത്മ വഴി സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
അദ്ദേഹത്തിൻ്റെ അവരെ വിശ്വാസ പ്രമാണം ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ നല്ലവനാണ്, നമുക്കൊരിടം വരെ പോകണമെന്നൊക്കെ പറഞ്ഞു. വീണ്ടും അദ്ദേഹം പോയി തിരിച്ചു വന്നു. 4 ചെറുപ്പക്കാർ തിരിച്ചു വന്നു. എന്നിട്ട് അവർ വളരെ ഫ്രീ ആയിട്ടാണ് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക. അപ്പോൾ വണ്ടിയിൽ കയറി ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. 2 യുവാക്കളുണ്ട്, 2 വശത്തുണ്ട്, ഡ്രൈവറുണ്ട്, ഡ്രൈവർ സീറ്റിൽ ഒരു മകനുണ്ട്. അപ്പം ഞാനിങ്ങനെ മനസ്സ് സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ഞാൻ ബോർഡൊക്കെ ഇങ്ങനെ വായിക്കാമെന്നുണ്ട് നോക്കി. പുതുപൊന്നാനിക്കടുത്തൊരു പള്ളിയുണ്ടേ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ആ മുസ്ലിമിനും പറ്റില്ല. എനക്കുറപ്പായി എന്നെ കൊണ്ടുപോകുന്നത് അവിടേക്കാണ്. ഞാൻ ശവമായി. ഞാൻ എൻ്റെ കർത്താവിനോട് പരാതി പറയാൻ തുടങ്ങി, നീ വെറുതെ എന്നെ മോഹിപ്പിച്ചു, എന്നെ ഇതാ ഇവർ കൊല്ലാൻ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇനി ഞാനിത് ഈ ലോകം കാണില്ല. കാരണം ഇങ്ങനെ ധാരധാരയായി കണ്ണുനീരൊഴുകി. പെട്ടെന്ന് ഈ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആ യുവാവ് ശ്വാസം കിട്ടാതെ പെട്ടയാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വായിന്ന് ബ്ലഡ്, മൂക്കുന്ന് ബ്ലഡ്, കണ്ണിന്ന് ബ്ലഡ്, ചെവിന്ന് ബ്ലഡ്, ശ്വാസം കിട്ടാതെ പെട്ടയുന്നു. വാഹനം നിന്നു. ആരോ അവർ ഫോൺ ചെയ്തു. ഒരു മാരുതി വണ്ടി വന്ന് നിന്നു. ഈ 3 പേരും ഈ ചെറുക്കനെ തൂക്കിയിട്ട് ആ മാരുതിയിലേക്ക് കിടത്തി. എന്നിട്ട് ഒരു യുവാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതിൻ്റെ അകത്ത് സേഫായിരിക്കുക, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോയി വരാം. എന്നിട്ട് ഈ അംബാസഡർ ഈ വണ്ടി ലോക്കാക്കിയിട്ട് ഈ മാരുതി വണ്ടി എൻ്റെ കൺമുമ്പിൽ നിന്നും നീങ്ങിപ്പോയി. ദൈവം എനിക്ക് നൽകിയ സമയം ഞാനത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഡോറൊക്കെ തള്ളി നോക്കി, ഒരു രക്ഷയുമില്ല. പിന്നെ എവിടെയോ കേട്ട അറിവിൽ ഞാൻ ഫ്രണ്ടിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഡ്രൈവർ ഇരുന്ന ആ ഡോർ ശക്തമായി തള്ളിയപ്പോൾ അത് പതുക്കെ തുറന്നു. ഞാൻ എൻ്റെ കാല് റോഡിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് അവിടെ പട്ടാമ്പിന്ന് ബോർഡുള്ള ഒരു ചുവന്ന ബസ്, ഒരു KSRTC ബസ് വന്നു നിന്നു. നിങ്ങൾക്കറിയാമോ, പുതുപൊന്നാനിയിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്കറിയാം, ഒരു ബസ്സിന് സഞ്ചരിക്കാനുള്ള വീതിയൊന്നുമില്ല. പക്ഷേ ദൈവം എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, എന്നെ താങ്ങായി നിർത്താൻ വേണ്ടിയിട്ട്, ആ ദൈവം എന്നെ വലിയൊരു സാക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു ബസ്സിനെ എന്നിലേക്ക് അയച്ചു. ഞാൻ ആ ബസ്സിൽ കയറിയിട്ട് രക്ഷപ്പെട്ടു. ഒന്ന് എഴുന്നേറ്റ് നിന്ന് മക്കളെ, കണ്ണുകളടച്ചേ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഒരു സാക്ഷ്യമാകാൻ വേണ്ടിയിട്ടാണ്. എത്രയോ പേര് നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയി. പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 16-ാം തിരുവാക്യം ഇങ്ങനെയാണ് പറയുക, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടാനും ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചു.